ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശൈലേഷസ് വ്ലോഗ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉപ്പും അതേപോലെ തന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഈ 4 സംഭവങ്ങളിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി നമ്മൾ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗീ ആണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ക്യാമറയിൽ കാണുമ്പോൾ ഈ കളറാണെന്നുള്ളൂ, നല്ല കളറുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നൈസായിട്ട് അരിഞ്ഞു കൊടുത്ത നമ്മുടെ ഒനിയനാണ്, അതായത് സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു നന്നായിട്ടൊരു ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടണം. നമ്മുടെ ബിരിയാണിയുടെ മുകളിലൊക്കെ ഇടാൻ വേണ്ടി എടുക്കില്ല, അതേമാതിരി നമുക്ക് സബോള കിട്ടണം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം വേറൊരു പാത്രം വെച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളിയും അതേപോലെ തന്നെ നമുക്ക് പച്ചമുളക് ആവശ്യമുണ്ട്. പച്ചമുളകുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കുറച്ച് പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് മല്ലിയില ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് പുതിനയിലയും കുറച്ച് ഉപ്പും അതേപോലെ കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെച്ച് ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് പൊടികൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത അതേ പൊടികൾ തന്നെ ഒരു 1/4 ടീസ്പൂണും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നേരത്തെ ചേർത്തത് നന്നായിട്ട് എരിവുള്ള പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്തിരി കുറഞ്ഞ പോലെ തോന്നിയതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്, അതായത് നാരങ്ങ നീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പുളിയില്ലാത്ത തൈരും 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച കാഷ്യൂനട്ടിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു കുറുകിയൊരു പരുവത്തിൽ കിട്ടും. ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ചിക്കൻ ചാറാക്കി വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചിക്കൻ കറി ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ അത്ര നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ. നന്നായിട്ട് ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ സംഭവമാണ്. അപ്പോൾ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ സൂപ്പർ സാധനമാണ്, കിടിലോസ്കി സാധനമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.